ഞാൻ എന്ത് പറയാനടി, എല്ലാം അവളുടെ തീരുമാനമല്ലേ. കല്യാണമാണെങ്കിലും അതുപോലെ തന്നെ ഉറപ്പിരുന്ന് അവരെല്ലാവരും കൂടി വരുമ്പോൾ അവളുടെ അച്ഛനെ വിളിക്കണമെന്നുള്ള കാര്യമൊക്കെ ആണെങ്കിലും ഒറ്റക്ക് സമ്പാദിക്കണല്ലേ. അപ്പം അതിൻ്റെ കുറച്ച് അഹങ്കാരം ഉണ്ട്. എനിക്കിവിടെ ഒരു സ്ഥാനവും ഇല്ലടി. പിന്നെ അമ്മയല്ലേ വെച്ച് വേവിച്ച് തരയല്ലേ, അതുകൊണ്ട് ഇങ്ങനെ പോണു അടിച്ചിറക്കി വിടാണ്ട്. അവിടെ നിന്നിപ്പോൾ നോക്കണുണ്ട്. ഇപ്പം തുടങ്ങും ആരെയാണ് വിളിച്ചത്, എന്താണ് പറഞ്ഞതെന്നൊക്കെ. എന്ത് പറയാനാണ് മോളെ, എൻ്റെ മരുമോളെ പോലെയാണ് അവൾ എന്നോട് ഇപ്പോൾ പെരുമാറുന്നത്. സമാധാനം സ്വസ്ഥത ഒന്നും തരൂല. എന്തായാലും ആവട്ടെ, നീ ഫോൺ കട്ട് ചെയ്തോ, അവൾ എന്നുണ്ട്. പിന്നെ വിളിക്കാം, ശരി. എന്താണ് കുറേ നേരം ആയല്ല ഫോണിൽ സംസാരവും ചെടി സംരക്ഷണമൊക്കെ? ആരായിരുന്നു ഫോണിൽ? അതേ, ശാരദ ചിറ്റ വിളിച്ചതാണ്. നിന്റെ കല്യാണ കേസൊക്കെ അതിനെ പറ്റിയൊക്കെ ചോദിക്കായിരുന്നു. എന്നിട്ട് എന്തൊക്കെ പറഞ്ഞ്? ചെക്കൻ തമിഴനാണ്, ചെക്കനെ അച്ഛനും അമ്മയൊന്നുമില്ല, എല്ലാം ഇറക്കിയാ? പിന്നെ പറയണ്ടേ, ഒരു കല്യാണ കേസാവുമ്പോൾ അവർ ചോദിക്കും ചെക്കൻ്റെ വീട് ഏതാണ്, നാടേതാണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ. അതൊക്കെ ചോദിച്ച്. എന്നിട്ട് ശാരദ ചിറ്റ എന്ത് പറഞ്ഞ്? ശാരദ ചിറ്റ പറഞ്ഞ് തമിഴനെയൊക്കെ പ്രേമിക്കണ നേരം കൊണ്ട് നിനക്കൊരു മലയാളിനെ പ്രേമിക്കായിരുന്നില്ലേന്ന്, നിനക്ക് നല്ല ബന്ധമൊക്കെ കിട്ടുമല്ലായിരുന്നു എന്ന്. എന്നാൽ ശാരദ ചിറ്റോട് പറയായിരുന്നില്ല ഒരു മലയാളിനെ പ്രേമിക്കാനായിട്ട് എനിക്ക് ഒപ്പിച്ചു തരാൻ? പിന്നെ അവർക്ക് അതല്ലേ പണി. ഓ, ഫോണിലൂടെ വിളിച്ച് ഇമ്മാതിരി വർത്താനം പറയലായിരിക്കും അവരുടെ പണിയല്ലേ. എന്തിനാടി ഇങ്ങനെ ഓരോരുത്തരെ പറ്റി കുറ്റം പറയണേ? അവര് നിന്റെ കാര്യങ്ങളൊക്കെ കല്യാണ കേസൊക്കെ ചോദിക്കാനും എന്തൊക്കെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചാണ്, അല്ലാതെ നിന്റെ കല്യാണം മുടക്കാനൊന്നും വേണ്ടി വിളിച്ചതല്ല. അവരല്ല ദൈവം തമ്പുരാൻ മോളിൽ നിന്ന് ഇറങ്ങി വന്നാലും ഈ കല്യാണം മുടങ്ങാൻ പോണില്ല. മോളെ, അധിക അഹങ്കാരം വേണ്ട കേട്ടാ. അമ്മേ, ഒറ്റക്കെല്ലാം ചെയ്യണ ആൾക്ക് ഇത്തിരിയൊക്കെ അഹങ്കരിക്കാം. നീ കുറേ നാളായല്ലേ ഈ പറയണോ നീ എല്ലാം ഒറ്റക്ക് ചെയ്യണ വലിയ ആള്. ഓ, അച്ഛൻ നമ്മളെ വിട്ട് പോയതിന് ശേഷം നീ തന്നെയാണ് ഇതൊക്കെ നോക്കിയത്. അന്ന് നീ +1 പഠിക്കണം. അന്ന് മുതൽ ട്യൂഷനൊക്കെ എടുത്ത് അതെടുത്ത് ഇതെടുത്ത് ഒക്കെയാണ് നമ്മൾ ജീവിച്ചത്. അതിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അമ്മേ, നമ്മൾ ചെയ്ത കാര്യം നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കണേന് എനിക്കൊരു കുറ്റം തോന്നണില്ല. അമ്മ പറഞ്ഞില്ല അച്ഛൻ ഇവിടുന്ന് പോയതിന് ശേഷം ഞാനാണ് ഈ വീട് നോക്കിയതെന്ന്. അപ്പം അതിൻ്റെ അഹങ്കാരമൊക്കെ എനിക്കുണ്ടാവും. പിന്നെ നീ ഇപ്പോൾ ഒരു കല്യാണം നടത്തണമെങ്കിലും അമ്മയുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ അല്ലേ? എൻ്റെ കയ്യിൽ എന്തുണ്ടാവാൻ? പിന്നെ നിന്റെ മാമൻ എന്തായാലും കാര്യമായിട്ട് എന്തെങ്കിലും തരും. തരും നോക്കിയിരുന്നു. മാമനെ കൊണ്ട് അമ്മായി തരയ്ക്കുകയും ചെയ്യും. ഇതുവരെയായിട്ട് നാത്തൂൻ്റെയും ചേട്ടൻ്റെയും സ്വഭാവം അറിഞ്ഞൂടല്ല, അതാണ്. പിന്നെ തറവാട്ടിൽ നിന്ന് ഭാഗം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നീ എല്ലാ മാസവും 2 തേങ്ങ വന്ന് എടുത്തുകൊണ്ട് പോയി കോടിയെന്ന്. അതാണ് തറവാട്ടിലെ ഭാഗം. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ആ മാമനാണ് എനിക്ക് എൻ്റെ കല്യാണത്തിന് തരാൻ പോണത് അല്ലേ? എന്നാൽ പിന്നെ നിന്റെ കല്യാണമല്ലേ നീ ഉണ്ടാക്കാൻ കിട്. അതെ, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കല്യാണം നടത്താനുള്ള പൈസ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോൺഫിഡൻസിലാണല്ലോ ഞാൻ ഈ പറയണത്. പിന്നെ ഒരു ചെറിയ കല്യാണം നടത്താനായിട്ട് ഇത്ര അധികം പൈസ ഒന്നും വേണ്ടല്ലോ, അതെൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇത്രയും നാൾ നീ നിന്റെ കല്യാണത്തിന് വേണ്ടി ഒരു കുട്ടി വെക്കായിരുന്നല്ലേ? വെറുതെ അല്ല, എപ്പോൾ പൈസ ചോദിച്ചാലും എൻ്റെ അടുത്തില്ല എന്ന് പറയണം അല്ലേ? അമ്മ എപ്പോഴും ചോദിക്കുന്നത് അവിടെ പോകാൻ ഇവിടെ പോകാനൊക്കെ അല്ലേ? അവർ കൊടുക്കും ഇവർ കൊടുക്കുന്ന പറയും. അങ്ങനെ വെറുതെ കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. നമുക്കൊന്നും ഇല്ലായിരുന്നപ്പേ ആരും ഒരു സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നും തന്നിട്ടില്ലല്ലോ അല്ലേ? ശരി, നമുക്ക് തന്നിട്ടില്ലെന്ന് പറഞ്ഞ് നമുക്കൊരു നല്ല കാലം വരുമ്പോൾ അവരെയൊക്കെ നമ്മൾ സഹായിക്കണ്ടേ? എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയതിന് ശേഷമല്ലേ ഈ പറയുന്ന സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ നമ്മളെ വിളിക്കാനും നമ്മുടെ വീട്ടിൽ വരാനൊക്കെ തുടങ്ങിയത്. അതിന് മുന്നേ വല്ല കല്യാണമോ ബർത്ത്ഡേ പാർട്ടി എന്തെങ്കിലും വന്നാൽ നമ്മൾ വിളിക്കുമായിരുന്ന? ഓർമ്മയുണ്ടാക്കാലൊക്കെ. അതൊക്കെ എന്തിനാണ് ഇനിയിപ്പോൾ പറയണത്? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. ഞാനതൊന്നും മറന്നിട്ടില്ലമ്മേ. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഞാനൊന്നും മറക്കാനും പോണില്ല. ഇനി അതൊന്നും പറയണ്ട, അതൊക്കെ മറക്കാനുള്ള സമയമായി. നമുക്ക് നല്ല കാലം വന്നു കഴിയുമ്പോൾ പിന്നെ ആ പഴയ കാലമൊക്കെ അങ്ങോട്ട് മറക്കണം. ഞാൻ എന്തായാലും നിനക്കൊരു ചായ എടുക്കാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ അവിടെ പോണത് എനിക്കിഷ്ടമല്ല. നീ പറയുന്നേക്കാനേ ഞാൻ നിന്റെ അടിമയല്ല. എനിക്ക് പോണെന്ന് വെച്ചാൽ ഞാൻ പോവും. ചിലപ്പോൾ അടിമയാകേണ്ടി വരും. അവരുപേക്ഷിച്ചിട്ടല്ലേ നിങ്ങൾ എന്നെ കെട്ടിയത്. പിന്നെ അവരിലുണ്ടായ കൊച്ചിന്റെ പരിപാടിക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യം എന്താണ്? കുറച്ച് ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ മോളുടെ പേരിന് പോകണം, അതിന് പോകണം, ഇതിന് പോകണം എന്ന് പറഞ്ഞാൽ അവസാനം അവിടെ താമസമാവും. അതെനിക്ക് ഉറപ്പാണ്. എടി നാക്കിനെ ഇല്ലെന്നും പറഞ്ഞോട്ടെ ആവശ്യമില്ലാത്ത കിടന്ന് ചിലക്കല്ലേട്ടാ. അല്ലെങ്കിലും അതെ, നിങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാലും അതിനൊരു കുറ്റം കണ്ടുപിടിക്കും. എന്താ ആവശ്യമിരിക്കുന്നത്? എൻ്റെ അച്ഛനാണ് എന്നെ ഈ പടുകൂടിക്കൊണ്ടെന്ന് വിചാരിച്ചത്. ഗവൺമെന്റ് ജോലിക്കാരാണ്, അന്നെ മുട്ടൂല എന്നും പറഞ്ഞുകൊണ്ട് ഈ കല്യാണം നടത്തിയത്. അതൊക്കെ ആദ്യത്തെ ആളെ തന്നെ കെട്ടി സുഖമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. ഞാനാണ് ഈ കുഴിയിലൊന്ന് ചാടിപ്പോയത്. എന്നാ പോടി, അവനിപ്പോഴും കാത്തിരിക്കണ്ടാവും. ഞാൻ പോയിക്കോളാം, എനിക്ക് ആ ജീവിതാംശം കൊടുത്താ. എന്നിട്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചിട്ട് ആ പഴയ ഭാര്യയുടെ ഒപ്പം പോയി ജീവിക്കും. അപ്പൊ മോളുടെ കല്യാണം കൂടെ പ്രസവം എടുക്കുകയൊക്കെ ചെയ്യാം. എന്റെ തമ്പുരാനെ, ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, എന്തായാലും ഇയാള് പോയിട്ട് അവിടെ കല്യാണ ചെലവ് മുഴുവൻ വഹിച്ചോളാന്നും പറഞ്ഞിട്ട് വരും. അത് സമ്മതിക്കൂല. ഞാനും കൂടി എന്തായാലും പോണുണ്ട്, ശരിയാക്കി തരാം.
എന്തൊക്കെ പറഞ്ഞാലേ നിങ്ങളെ ഉപേക്ഷിച്ചുണ്ട് വേറൊരു പെണ്ണിനെ കിട്ടി സുഖമായിട്ട് ജീവിക്കുന്ന ചേട്ടനെ ഈ വീട്ടിലോട്ട് വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടാ? ആരോട് പറയാണ്ടി, അവള് വിചാരിച്ച കാര്യേ അവള് നടത്തുള്ളൂ. നാട്ടുകാരൊക്കെ ഇനി എന്ത് പറയൂ എന്നാണ് എനിക്ക്. ഡിവോഴ്സായി പോയ ആള് അച്ഛനാണെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് വീട്ടിലോട്ട് കയറ്റണം. നാട്ടുകാരറിഞ്ഞാലും ബന്ധുക്കാരൊക്കെ അറിഞ്ഞാൽ എന്ത് പറയൂ, എനിക്കോ അത് ഓർത്തിട്ടാണ്. ചേച്ചിനെ കൊള്ളാണ്ട് തന്നെയാണ് അവൾ ഇങ്ങനെയൊക്കെ പരിപാടികൾ കാണിക്കണത്. അല്ലെങ്കിൽ നല്ല മാണിക്കാത്ത ഗവൺമെന്റ് ജോലിയുണ്ട്. ഒരു ചെക്കനെ കിട്ടാണ്ടിരിക്കോ? നല്ല നല്ല അടിപൊളി ചെക്കന്മാരെ കിട്ടും, പൃഥ്വിരാജിന്റെ ജോലിക്കുന്ന ചെക്കന്മാരാ. എന്നിട്ട് അതൊന്നും വേണ്ടാണ്ടാണ് അവൾ തമിഴൻ ചെക്കനെ കല്യാണം കഴിക്കാൻ പോണത്. എന്താണിത്? ഇവനാണെങ്കിലേ ഹാഫ് മലയാളിയും ഹാഫ് തമിഴനും ആണെന്ന് അങ്ങനെയൊക്കെ അവള് പറയണത്. തന്തയും തള്ളയൊക്കെ പണ്ട് ചത്തുപോയതാണ്. അപ്പൊ ആ സെന്റിമെന്റ്സിൽ എങ്ങാണ്ടും കയറി പിടിച്ച് പ്രേമായതാണ്. അപ്പൊ ഇന്നാരാണ് ഇവിടെ കാണാൻ പറ്റുന്നത്? ചെക്കനുണ്ടാ? ഏയ് ചെക്കനൊന്നുമില്ല. ചെക്കൻ ഹൈദരാബാദിൽ എന്തോ ഒരു കോഴ്സിന് പോയേക്കാണ്. ഇതിപ്പോ ചിറ്റയും കണ്ടോണ് വന്നത് അമ്മടെ അനിയത്തി. ശോഭേ, നിന്റെ ചേച്ചിയുടെ മക്കളൊക്കെ എന്ത് ചെയ്യണ്? നിന്റെ അടുത്തൊക്കെ വരാറുണ്ട് അവര്? വരാറുണ്ട്. അവരിപ്പോ രണ്ടുപേരും എഞ്ചിനീയറിംഗ് പഠിക്കണ്. മൂത്തവൻ ലാസ്റ്റ് ഇയർ, ഏറ്റവും ഇളയവൻ ഫസ്റ്റ് ഇയർ. ചേട്ടൻ മരിക്കുന്നതിന് മുന്നേട്ടേ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതം രക്ഷപ്പെട്ടു. അതുകൊണ്ട് എന്താണ്, ചേട്ടൻ മരിച്ചിട്ടും ചേച്ചിക്ക് ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടതൊന്നുമില്ല. ടേം ഇൻഷുറൻസാ? അതെന്താണ് ചേച്ചി? ഇതൊരു മാസം 695 രൂപ പോലുള്ള നിസ്സാരമായ തുക അടച്ചാൽ എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് ആണ്. പോളിസി എടുത്തു കഴിഞ്ഞാൽ ആള് മരണപ്പെട്ടാലേ കുടുംബത്തിന് 2 കോടി രൂപയുടെ നഷ്ടപരിഹാരം കിട്ടും. പിന്നെ ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾ വന്നാലോ അല്ലെങ്കിൽ അപകടത്തിൽ എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ സംഭവിച്ചാലോ ഒക്കെ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള റൈഡേഴ്സും ഇതിന്റെ കൂടെ എടുക്കാം നമുക്ക്. കൊള്ളാല്ല. അപ്പൊ അതെങ്ങനെ എടുക്കുക? ഞാനേ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ 51-ലധികം പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുടെ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ കാണാൻ പറ്റും. അത് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മികച്ച പ്ലാൻ 15% വരെ ഡിസ്കൗണ്ടിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ പ്രവാസികളാണെങ്കിൽ 18% GST അടക്കേണ്ട ആവശ്യമില്ല. നീ എന്തായാലും പറഞ്ഞു നന്നായി. ഇനി ഭാവിയിലേ അവളെ കൊണ്ടും കെത്തിയോനെയും കൊണ്ടൊക്കെ ഒരു ടേം ഇൻഷുറൻസ് അങ്ങ് എടുപ്പിക്കാല്ല. അപ്പൊ മറക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. മണവാട്ടി എത്തിയല്ല. അമ്മായിയപ്പ എത്തി. കുറച്ചു നേരമായി വന്നിട്ട്. ഞാൻ റൂമിലോട്ട് വന്നായിരുന്നു. അപ്പൊ നീ ഭയങ്കര ഫോൺ വിളി, ശല്യപ്പെടുത്തണ്ടല്ലാന്ന് ഓർത്ത് ഇങ്ങോട്ട് പോകുന്നതാണ്. രാകേഷ് വിളിച്ചതാ. ചിറ്റ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്. അമ്മ അച്ഛനെത്തിയില്ല. എനിക്കറിയില്ല, നീ പോയേ വിളിച്ചു നോക്ക്. എന്നാലും എൻ്റെ മോളെ, ഇവര് ഡൈവോഴ്സ് ആയിട്ട് 5-8 കൊല്ലായില്ലേ. എന്നിട്ട് നിന്റെ ഒരു ആവശ്യം വന്നപ്പോ അച്ഛനെ വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഈ നാട്ടുകാരൊക്കെ എന്ത് പറയും? നാട്ടുകാരെയും വീട്ടുകാരും ഒന്നും ഇവക്ക് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. രാവിലെ ഒരുങ്ങി കെട്ടി അങ്ങോട്ട് ജോലി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാ. ഞാനാണ് ഇവിടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെ ഒക്കെ തെറിയേക്കണത്. നാട്ടുകാരും വീട്ടുകാരും എന്തൊക്കെ പറഞ്ഞാലും അതെന്റെ അച്ഛനല്ല അമ്മായി. എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം വരുമ്പോ ഞാൻ അച്ഛനെ അറിയിക്കണ്ടേ? ഇത്രയും കാലേ നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് പുള്ളി അറിഞ്ഞിട്ടില്ല. ഡിവോഴ്സിന് കൊടുത്ത് അന്നേരം മോളെ വേണോന്ന് ചോദിച്ചപ്പോ വേണ്ട, എനിക്ക് മോളെ വേണ്ടെന്ന് പറഞ്ഞ് പോയ ആൾക്ക് വേണ്ടിയാണ് ഇവള് ബാധിക്കണത്. അതാണ് എനിക്ക് സഹിക്കാൻ പാടില്ലാത്തത്. എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ കല്യാണത്തിന് എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് വേണമെന്ന്. ഇന്ന് ഇപ്പൊ കല്യാണം ഉറപ്പിക്കുന്ന ദിവസമല്ലേ. അപ്പൊ രണ്ടുപേരും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അമ്മായി? എൻ്റെ ഈ ആഗ്രഹമെങ്കിലും സഹായിച്ചതാ അമ്മേ. എന്തേലും ചെയ്യ്. ആ രണ്ടാമത്തോളെ കൂട്ടിയാണ് ഇങ്ങോട്ട് വന്നെങ്കിലില്ലേ എനിക്ക് പ്രാന്തളകം നേരം. ചെറിയമ്മയെ കൂട്ടി തന്നെ ഇരിക്കും അച്ഛൻ വന്നത്. ചെറിയമ്മ ഇല്ലാതെ അച്ഛൻ ഇങ്ങോട്ട് വരുമോ? എന്തായാലും അച്ഛൻ വന്നു കഴിഞ്ഞാലും വേഗം പൊയ്ക്കോളും. വേണ്ടാടി, പോവണ്ട. അവരിവിടെ കയറ്റി പൊറിപ്പിക്കി, ഞാൻ ഇറങ്ങിത്തരാം. നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാല്ലപ്പാ. എൻ്റെ പൊന്നമ്മേ, എന്നെ ഒന്ന് മനസ്സിലാക്ക്. രാകേഷിനാണെങ്കിൽ അച്ഛനും അമ്മയില്ല. അപ്പോൾ ഒരു അച്ഛനും അമ്മയും ഉള്ള കുട്ടീനെ തന്നെ കല്യാണം കഴിക്കണം എന്നായിരുന്നു ചിറ്റയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പൊ നിന്റെ ചെറിയമ്മയെ കാട്ടിയിട്ട് എന്ത് പറയും? രണ്ടാനമ്മയാണെന്ന് പറയോ? അത് ഞാൻ എന്തേലും പറഞ്ഞോളാം അമ്മായി. ചിറ്റ വന്നാ തോന്നണത്. വാ അമ്മേ. ഞാൻ വരാം, നീ അങ്ങോട്ട് പോയിക്കോ. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി തുറക്കാം. അല്ലേ ചേച്ചി, അവളെയും കുട്ടി അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ പോയി തുറക്കാം. നമസ്തേ. 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 രാകേഷിന്റെ ചിറ്റയല്ലേ? അതെ. കേറി വാ, അകത്തിരിക്ക. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ഇല്ലില്ല, ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ. രാകേഷ് എനിക്ക് ഇവിടുത്തെ ലൊക്കേഷൻ അനുപ്പി വെച്ചിരുന്നേ. ലൊക്കേഷൻ കറക്റ്റാണ്, ഞാനും അത് നോക്കി തന്നെയാണ് വന്നത്. സിംപ്ലനായല്ല.
ആരിത്? അത് ഞാൻ വീണമോളുടെ അച്ഛനാണ്. അയ്യോ സോറി, ലൊക്കേഷൻ നോക്കി വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാമനോ മച്ചാനോ ആയിരിക്കുമെന്ന് നനച്ചേ. എനിക്ക് ജോലി കോട്ടയത്താണ്, അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാനും ലൊക്കേഷൻ നോക്കിയാണ് വന്നത്. എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത്? ആ ഓട്ടോക്കാരന് പൈസ കൊടുക്കാണ്ട് ചാടി ഇറങ്ങി ഓടി ഇങ്ങോട്ട് പോകുന്നത്. എൻ്റെ അടുത്ത് ഞാൻ ആകെ തപ്പി പറക്കിയാണ് ഞാൻ കൊടുത്തത്. ഇതാര്? ഞാനോ? ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഭാര്യയോ? അപ്പോ വീണയുടെ അമ്മ താനേ? ഞാൻ വീണയുടെയും വീഴാത്തതിന്റെ ഒന്നും അമ്മയല്ല. പിന്നെ ആര്? ഇത് എന്റെ രണ്ടാം ഭാര്യയാണ്. ഓ ചിന്നക്കുടിയാ? ആ അതെ, ചിന്നക്കുടിയിലാണ് വീട്. അവിടേക്ക് അറിയോ? പൈറ്റക്കാരി മാതിരി തിരിയത്. അതെ അതെ, എന്നെ കണ്ടാ പൈസക്കാരിയായിട്ട് തോന്നുന്നു ചിലരൊക്കെ പറയാറുണ്ട്. ഓ, ഇവര് തമിഴന്മാരായതുകൊണ്ട് രണ്ടാം കെട്ടൊന്നും ഇവർക്ക് പ്രശ്നം ഉണ്ടാവൂല. ഇല്ലെങ്കിൽ പണി പാളിയാനെ. ഓ ഇവള് അങ്ങോട്ട് ഇങ്ങോട്ട്. ഇവരെ കൊണ്ട് അധികം സംസാരിപ്പിക്കണ്ട. രാകേഷിന്റെ ചിറ്റക്ക് പിള്ളേരുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ കല്യാണം പണിയിട്ടില്ല. അതെന്താ പണ്ണാത്തെ? ഒന്നും മിണ്ടാതിരിക്കടി. ഓംബ്ര, ഈ പെണ്ണിന് വട്ടുണ്ടോ? ഞാനാണ് വീണയുടെ അമ്മ. ചിറ്റക്ക് എന്താ വേണ്ടത്? ചായ വേണോ കാപ്പി വേണോ കുടിക്കാനായിട്ട്? എനിക്ക് കൊഞ്ചം തന്നെ മതി അമ്മ. എനിക്ക് കാപ്പി മതി ചേച്ചി. ചേട്ടന് ചായയും. അതിന് ചേട്ടൻ ചായ ഒന്നും കുടിക്കാറില്ലല്ലോ, പാലും വെള്ളല്ലേ കുടിക്കാറ്? ചേട്ടനിപ്പോ പാലും വെള്ളം കുടിക്കാറില്ല. രാകേഷ് ഇനി നാട്ടിലോട്ട് എപ്പോ വരും? രാകേഷ് വരുന്ന വാരം ലാസ്റ്റിലോട്ട് വരുമായിരിക്കും. അവര് രണ്ടുപേരും കൂടി ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് ഒരു എതിർപ്പില്ല അല്ലേ? അതെ, സന്തോഷമേ ഉള്ളൂ. അവര് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. ഇപ്പോൾ ഉള്ള സ്നേഹമൊക്കെ കുറെ കൊല്ലം കഴിഞ്ഞാലും ഉണ്ടായാൽ മതി. അതെന്താണ് ചേച്ചി എൻ്റെ ചേട്ടൻ്റെ മുഖത്ത് നോക്കി പറയണത്? നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത് അത് എൻ്റെ ചേട്ടൻ്റെ മാത്രം കുറ്റമല്ല, ചേച്ചിയുടെ ഭാഗത്തും കുറ്റമില്ലേ? ഈ ഒരു സമയത്ത് തർക്കിക്കാൻ ഞാനില്ല. ആഹാ, ഉത്തരം മുട്ടുമ്പോ കുഞ്ഞനെ കുത്തറ കൊള്ളാല്ല. നിന്നോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്? ഓംബ്ര, അതൊക്കെ പോട്ടെ ചേച്ചി. പെണ്ണെങ്കെ കൂപ്പിട്, പോയിട്ട് ജോലി ഇരിക്ക. മോളെ ഇങ്ങോട്ട് വാ, ആ വെള്ളവും കൂടി എടുത്തോ. ഓ വന്നല്ല വനമാല. നിങ്ങള് തമിഴന്മാരാണല്ലേ? ഹാഫ് തമിഴ് ഹാഫ് മലയാളി. കുറേ കാലം ഞാൻ തൃശ്ശൂരുണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് മലയാളം പഠിച്ചു. ചെറുക്കൻ എന്താണ് പണി? അവൻ ബാംഗ്ലൂരിതാ. ബാംഗ്ലൂര് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ HR. അപ്പോ ഇവര് തമ്മിൽ എങ്ങനെയാണ് പരിചയം? ഫേസ്ബുക്ക് വഴിയായിരിക്കും അല്ലേ? അല്ല, ഇപ്പൊ അതാണുള്ള ട്രെൻഡ്, അതാ ഞാൻ പറഞ്ഞ. ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളു. ഓ ഇവര്. എനിക്ക് ഈ കല്യാണക്കാര്യം അവൻ പറഞ്ഞപ്പോൾ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അവനാണ് നിർബന്ധം, അപ്പായേയും അമ്മായേയും ഒക്കെ വന്ന് പാക്കണമെന്ന്. ഒരു കല്യാണം ആവുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. അപ്പം നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കായിരുന്നു. അവർ പ്രതീക്ഷിക്കണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ നിങ്ങൾക്ക് വല്ല വകയുണ്ടോ? വേറെ ആരെയും കണ്ടിട്ടാണ് ഈ പറിച്ചില്ലെങ്കിൽ അത് വേണ്ടാട്ടാ. അയ്യോ ചേച്ചി, ഞങ്ങൾ ഉദ്ദേശിച്ചാണ് പറയണെങ്കിലേ അങ്ങനൊന്നും പറഞ്ഞേക്കല്ലേ ചേച്ചി. കടയൊക്കെ വലിയ നഷ്ടത്തിലാണേ. ചേട്ടന് കടയാണ്, ഒരു ദിവസം പോലും മാറിയിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ചേട്ടൻ ഇന്നും കൂടി വരാഞ്ഞതേ. ഞങ്ങളുടെ അടുത്തൊന്നും തരാനില്ല, സ്നേഹം മാത്രം. എനിക്ക് വേറെ ആരെയും കണ്ടിട്ട് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ മോളൊരു ജോലിക്കാരിയാണ്, അവളുടെ കല്യാണം നടത്താനുള്ളത് അവളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ആ അങ്ങനെ പറഞ്ഞു കൊടുക്കേച്ചി. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ ചില്ലറ കാശിൻ്റെ ഇടപാടല്ലട്ട മോളെ, അതൊക്കെ എനിക്കറിയാം. ഞാനും രാകേഷും കൂടി തീരുമാനിച്ചിങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഒപ്പിട്ട് കല്യാണം അങ്ങനെ ചെറിയ രീതിയിൽ നടത്താമെന്നാണ്. പിന്നെ വീട്ടിൽ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പേർക്ക് സദ്യയും കൊടുക്കാമല്ലോ.
അത്രയും മതി എന്തായാലും. കല്യാണം എന്ന് പറഞ്ഞ് ആർഭാടായിട്ട് നടത്താൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. അപ്പൊ വലിയ ചിലവൊന്നുമില്ല. രജിസ്റ്റർ ഓഫീസിൽ ഒരു 250-300 രൂപ വേണ്ടി വരും. പൂമാലക്ക് ഒരു 60-70 രൂപ. അത് മതി, കഴിഞ്ഞല്ല കല്യാണം. പിന്നെ ഇവിടെ ഒന്ന് സദ്യ എന്ന് പറയാൻ 10,000 പേരൊന്നുമില്ലല്ല, ഒരു 3-4 പേരുണ്ടാവും. അപ്പൊ ഉച്ചക്കൊക്കെ ചോറത്തിന് കൂടുതൽ വെച്ചാൽ മതി. 10,000 രൂപ കൈ പിടിച്ചുകൊണ്ടാണ് കല്യാണ ചെലവെന്നൊക്കെ പറയണേന്ന് തോന്നുന്നു. അങ്ങനെയല്ല, ഞാൻ ഇത്രയും കാലം ജോലി ചെയ്തിട്ടുണ്ടാക്കിയ പൈസ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ലോണും എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പാവപ്പെട്ട ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കണം. വെറുതെ ആർഭാടായിട്ട് കല്യാണം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഒരാൾക്കൊരു വീടാവുമ്പോൾ അത് വലിയ നല്ല കാര്യമല്ലേ. അതാ ഞാൻ രാകേഷൻ തീരുമാനിച്ചേക്കണേ. എൻ്റെ രാകേഷ് മോൻ ഭയങ്കര ലക്കിയാണ്, ഇതുപോലെ ഒരു കുട്ടിയെ കിട്ടിയില്ലേ. അവന് അപ്പയും അമ്മയും ഒന്നുമില്ല. ചെറുതിലെ ചിന്ന കുടന്തയായിരുന്ന സമയത്ത് 2 വയസ്സുള്ളപ്പോൾ മോൻ്റെ അപ്പയും അമ്മയൊക്കെ ഇറന്നു പോയിരിക്കെ. അന്ന് തുടങ്ങി അപ്പയുടെ അമ്മയുടെ സ്നേഹം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ കല്യാണം കഴിക്കുന്ന കുട്ടിയുടെ അപ്പയും അമ്മയും അവനെ സ്നേഹിക്കാൻ പറ്റണം, സ്വന്തം അപ്പയും അമ്മയായിട്ട്. ആ സ്നേഹം അവന് കിട്ടണം. അത്രേ ഡിമാൻഡേ ഞങ്ങൾക്കുള്ളൂ. അപ്പ കല്യാണം നടക്കൂല? അതെന്താണ്? അത് ഇവര് രണ്ടുപേരും ഡൈവോഴ്സ് ആയതല്ലേ. അപ്പൊ പിന്നെ അച്ഛന്റെ അമ്മയുടെയും സ്നേഹം കിട്ടൂലല്ലോ. അപ്പൊ പിന്നെ കല്യാണം നടക്കൂലല്ലോ. ആര് പറഞ്ഞു അച്ഛന്റെ അമ്മയുടെയും സ്നേഹം അവർക്ക് കിട്ടിയിട്ടില്ലെന്ന്? ഞങ്ങള് ഡൈവോഴ്സ് ആയി പോയെങ്കിലും ദൂരെ നിന്നാണെങ്കിലും രണ്ടുപേരും ഒരേപോലെ അവളെ സ്നേഹിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഇനി വന്ന മരുമോനെയും ഞങ്ങൾ അതുപോലെ തന്നെ സ്നേഹിക്കും. അതിപ്പോ അവളുടെ കാര്യത്തിന് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിക്കണം എന്നാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കും, അല്ലേടി? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ. അപ്പൊ ഇപ്പോഴും രണ്ടുപേർക്കും മനസ്സിൽ സ്നേഹമുണ്ട്. അപ്പീനാ ഞാൻ കിളമ്പട്ടെ? അയ്യോ, ഒന്നും കഴിച്ചില്ലല്ലോ. ഒന്നുമേ വേണ്ട, ഞാൻ ഉച്ചവരെ വ്രതത്തിലാണ്. തണ്ണി മട്ടും. രാകേഷ് പറഞ്ഞില്ലേ അത്? പറഞ്ഞിരുന്നു എന്നോട്. എന്നാ ഞാൻ പോയിട്ട് വരാം. നന്ദി നന്ദി നന്ദി. ഭാഗ്യം, ഒന്നും കൊടുക്കാണ്ട് കല്യാണം നടക്കും. എൻ്റെ കെട്ടിയവൻ്റെ പൈസ പോലെന്ന് ഓർത്തായിരുന്നു എനിക്ക് ടെൻഷൻ. പുള്ളിക്കാരനാണെങ്കിൽ മോളല്ലേ തേനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറക്കുകയെ. ഞങ്ങൾക്കും പിള്ളേരൊക്കെ ഉള്ളതാണ്, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. ഉള്ള പൈസ മുഴുവനും കൂടി ഈ കല്യാണത്തിന് അങ്ങോട്ട് ഇറക്കിയാല് ഞാൻ മിണ്ടാതിരിക്കേണ്ട ആവശ്യം എന്താണ്? ഉള്ള കാര്യം പറയണ്ടേ? അതല്ലേ നല്ലത്. ഇവർക്കുള്ളതൊക്കെ അന്ന് ജീവിതാംശം എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ തന്നെ അങ്ങോട്ട് കൊടുത്തല്ലേ. പിന്നെ എന്തിനാണ് പിന്നൊരു കല്യാണം എന്ന് പറഞ്ഞ് കൊടുക്കണത്? അതൊന്നും ശരിയാവില്ല. എൻ്റെ ഭർത്താവിൻ്റെ കാശ് എൻ്റെ പിള്ളേർക്ക് ഉള്ളതാണ്. അതിൽ നിന്നൊരു ചില്ലിക്കാശ് വേറെ ആർക്കും കൊടുക്കണത് എനിക്കിഷ്ടമല്ല. നിന്നോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്? നിനക്ക് എപ്പോഴും കാശ് കാശ് എന്നുള്ള വിചാരമുള്ളൂ. നിനക്ക് എത്തി അന്ന് തുടങ്ങി ഞാൻ കേൾക്കണം ഈ കാശിന്റെ കണക്ക്. നിങ്ങളാള് കൊള്ളാല്ല. ഇവിടെ വന്നപ്പോ ഇവരുടെ ആളായാ? എടി, സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടിട്ടാ. ഇവിടെ വന്നു കയറി ഞാൻ കൊണ്ടുവരില്ലെന്ന് പറഞ്ഞാണ്. അപ്പൊ എന്റെ ഒപ്പം കയറി പോന്നാണ്. വന്നു കയറിയിട്ട് കല്യാണം മുടക്കാൻ നോക്കണ ഓരോ കാര്യങ്ങളും പറഞ്ഞുണ്ട്. അതിന് ഞാൻ എന്താണ് പറഞ്ഞേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയലാണ്. അവൾക്ക് ഇഷ്ടമല്ലെന്ന് തോന്നിക്കഴിഞ്ഞാ പിന്നെ അവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അതാണ് അവളുടെ ആഗ്രഹം. ഇവിടെ എത്തിയപ്പോ ആളുടെ സ്വഭാവം മാറി, പൂച്ച പുലിയായി. ബാക്കി ഞാനേ വീട്ടിലെത്തിയിട്ട് തരാം. ബാ മോളെ, ഇറങ്ങിയാണ് കേട്ടാ, ഇറങ്ങിയാണ്. അയ്യോ, ഞാനെന്താണ് പറഞ്ഞത്? ഹലോ, ഈ വീഡിയോയുടെ ഇടയിലായിട്ട് ഞാനൊരു ടേം ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇതിൽ 695 രൂപ പോലുള്ള ചെറിയ പ്രീമിയത്തിലെ 2 കോടി രൂപയുടെ കവറേജ് വരെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ 100% ക്ലെയിം അഷ്യൂർ ചെയ്യുന്ന ടേം പ്ലാനുകളുണ്ട്. ക്ലെയിം സമയത്ത് ഡോക്യുമെന്റേഷൻ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ യോഗ്യതാ പ്രശ്നങ്ങളോ പറഞ്ഞ് ക്ലെയിം നിരസിക്കപ്പെടില്ല. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ മികച്ച പ്ലാനുകൾ കമ്പയർ ചെയ്ത് 15% വരെ ഡിസ്കൗണ്ടോടുകൂടി പ്ലാനുകൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പൊ തന്നെ എടുത്തോളൂ.